സിന്ധു ഇതേ നിങ്ങളുടെ മറ്റേ തമ്പി സാറിന്റെ സീരിയൽ ഇതിനകത്ത് ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. ശരി, ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടില്ല. അത് ഞാൻ ട്രിവാൻഡ്രം സാർ ഒരുപാട് സ്ഥലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഷൂട്ട് ചെയ്തില്ല. ഒരു മലയുടെ മുകളിൽ അവിടെ ഇവിടെ ഏതൊക്കെ നമ്മൾ PTP നഗറിൽ അംബിക ചേച്ചിയുടെയൊക്കെ വീടില്ലേ, അംബിക ചേച്ചിയുടെ വീടായിരുന്നു എൻ്റെ വീടായിട്ട്. അവിടെ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറേ വീടുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ഏതോ സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കൊള്ളാം അല്ലേ? ഇതുപോലെ അമ്പലമൊക്കെ നമ്മളിപ്പോൾ ഒരു ശരിക്കുള്ളൊരു അമ്പലത്തിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും. ലൈക്ക് അതിനകത്ത് കയറി ഷൂട്ട് ചെയ്യും. ഇതാകുമ്പോൾ ലാവിഷായിട്ട് കയറി ഷൂട്ട് ചെയ്യും. കിച്ചു ആണെങ്കിൽ രാമോജിയിലൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് വലിയ ആഗ്രഹമാണ് രാമോജി. അത് സൂപ്പർ ആയിരിക്കില്ല. രാമോജിയിൽ എപ്പോൾ വേണം നമുക്ക് പോകാൻ. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് സിറ്റിയിൽ എത്ര ട്രാവൽ ചെയ്യണം രാമോജി എത്താൻ? 1 മണിക്കൂർ. 1 മണിക്കൂർ പോയാ 1 മണിക്കൂർ പോലും ഇനിയിപ്പോൾ വേണ്ടി വരില്ല. നല്ല റോഡ്സ് അല്ലേ. അടുത്ത പ്രാവശ്യം രാമോജിയിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് ദിസ് പ്ലേസ് ലൈക്ക് ജസ്റ്റ് ആ ഫോറസ്റ്റ് ഒക്കെ സൂപ്പർ. ആൻഡ് ഞങ്ങൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യമില്ലേ, ഇവിടെ അവരുടെ റോഡ് ടാറേ ചെയ്തിട്ടില്ല. ദാറ്റ്സ് റിയലി ഗുഡ്. ആ ടാറൊക്കെ ചെയ്താൽ അതിൻ്റെ ആ ഒരു നാച്ചുറൽ ഫീൽ അങ്ങ് പോകത്തില്ലേ? കിച്ചു, ഇതൊക്കെ ശരിക്കുള്ളൊരു കാടായിരുന്നു അതോ ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോയ്ക്ക് വേണ്ടി ഒരു മരങ്ങളൊക്കെ വെച്ച് നട്ടുപിടിപ്പിച്ചു? തീർച്ചയായിട്ടും ധാരാളം മരങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ അവർ അന്നത് ഇതിന് വേണ്ടിയിട്ട് കൂടുതലും എനിക്ക് അതിനോട് വ്യക്തിപരമായി ഇഷ്ടമുള്ള മരമല്ല ഇത്. അക്കേഷ്യയാണ് ഇത് വന്നിട്ടിരിക്കുന്നത്. പെട്ടെന്ന് വളരാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇവിടെ കുറച്ച് റംബൂട്ടാൻ്റെ തൈ കൊണ്ടിട്ടിട്ട് പോയാലോ? തൈ കൊണ്ടിട്ടിട്ട് പോകുന്നില്ല, ഇവിടെ തൈ കൊണ്ട് കൊടുത്തിട്ട് വിത്ത് ഇറങ്ങിയിട്ട് പോവാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഒരു 1000 റംബൂട്ടാൻ ഇങ്ങനെ കാച്ചു നിന്നാ. ജോർജേട്ടൻ്റെ വീട്ടിൽ അങ്ങനെയല്ലേ ചെയ്തത്? ഓ എന്നാ കൊള്ളാം. ആക്ച്വലി അക്കേഷ്യയ്ക്ക് പകരം കുറച്ചുകൂടെ നമുക്ക് ആക്ച്വലി ഫ്രൂട്ട്സ് ഉള്ള മരങ്ങളേ കണ്ടില്ല കേട്ടോ. ഇവിടെ വലിയ വലിയ മരങ്ങളുണ്ടെങ്കിലും ഫ്രൂട്ട്സ് ഒന്നും ഉള്ള മരങ്ങൾ കണ്ടില്ല. ഇതൊക്കെ എന്ത് മരമാണോ ഇതോ? അക്കേഷ്യ. ഇത് അക്കേഷ്യ. ഇത് അക്കേഷ്യയാണ്. അക്കേഷ്യയുടെ ആണ് ഫുള്ള് മഞ്ഞ കളർ പൂ. ഇതാണ് അമ്മൂൻ്റെ തലയിലൊക്കെ വീണുകൊണ്ടേയിരുന്നു അക്കേഷ്യ. അക്കേഷ്യ എന്തെങ്കിലും ഗുണമുള്ള മരമാണോ? എല്ലാത്തിനും എന്തെങ്കിലും ഗുണമില്ലാതെ ലോകത്ത് ഭൂമിയിൽ സൃഷ്ടിക്കത്തില്ലല്ലോ. കാരണം പെട്ടെന്നൊരു ഏരിയ വനം. പക്ഷേ അക്കേഷ്യയുടെ ഒക്കെ ഒരു ഗുണവശം പെട്ടെന്ന് വളരും, പെട്ടെന്ന് തണലുണ്ടാക്കാം, പെട്ടെന്ന് മരങ്ങൾ വളർത്താം, സ്വാഭാവികമായിട്ടും ചൂട് കുറയ്ക്കാൻ പറ്റുന്ന സാധനം. പക്ഷേ ഇത് വെള്ളം വലിക്കും. പെട്ടെന്ന് വളരാൻ വേണ്ടി പെട്ടെന്ന് വെള്ളം വലിക്കുന്നുണ്ട്. എന്ത് പറ്റും വെച്ചാൽ വാട്ടർ ലെവലുകളെല്ലാം പ്രശ്നമാകും. അടുത്തുള്ള കിണറൊക്കെയാണ് വെറ്റിപ്പോവും. ചതുപ്പ് നിലം ഉണക്കിയെടുക്കാൻ അതിൻ്റെ തീരത്ത് ഇത് നട്ടുവെച്ചാൽ പെട്ടെന്ന് വെള്ളം വലിച്ചു. നിങ്ങൾക്ക് എൻ്റെ ഈ കോസ്റ്റ്യൂം ഇഷ്ടപ്പെട്ടോ? ഞാൻ കയ്യിൽ നെയിൽ പോളിഷ് ഇടണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നും പറ്റിയില്ല. ഈ ഇലക്ഷൻ്റെ ഈ സാധനം ഇതുവരെ പോയില്ല. ഞാൻ എന്നും പരാതി പറയും. ഓക്കെ, ഇതുവരെ പോയില്ല. അവർ ലാവിഷായിട്ടാണ് നമുക്ക് വാരി. ഞാൻ എൻ്റെ വിരലിൽ ഇട്ടേക്കണ ഈ ഒരു മോതിരം നോക്കിയേ. ഇത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് സുലു തന്നതാണ്. ആൾക്കാർ വിചാരിക്കും ഇപ്പോഴും എൻ്റെ ഈ വിരലിൽ എങ്ങനെയാണ് അത് കയറുന്നത്. 7ാം ക്ലാസ് സമയം തൊട്ട് ഇന്ന് വരെ എൻ്റെ വിരലിന് ഒരു വ്യത്യാസമില്ല. കിച്ചു പറഞ്ഞ വണ്ണം വെച്ചു എന്ന്. പക്ഷേ ഇതാ എൻ്റെ മോതിരം അതേ. സുലു, ഐ യു വാച്ചിങ്? യു ഗേവ് മീ ദിസ് മോതിരം കുറേ കാലം. അതുകൊണ്ട് ഞാൻ സാധാരണ ഞാൻ മറ്റേ ഡയമണ്ട് മോതിരമൊക്കെ ഇപ്പോൾ ഇന്ന് ആ ലുക്ക് ഞാൻ സിമ്പിൾ മോതിരമൊക്കെ ഈ ഒറ്റ മോതിരം കിട്ടി. അങ്ങനെ ഞാൻ ഇതെടുത്തിട്ട് ഓക്കെ. അപ്പോൾ ഓക്കെ. ഹലോ, നമ്മളിന്ന് നമ്മുടെ ഓണം ഫോട്ടോഷൂട്ടിന് വന്ന് ഒരു സ്ഥലത്ത് നിൽക്കുവാണ്. ഇത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആണ്. എവിടെ 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 ഈ വന്ന സ്ഥലത്ത് അത്രയും മറ്റേ വലിയ അട്ട ഫാറ്റ് ബ്ലാക്ക്. അയ്യോ, ഇതിനകത്തുണ്ട്. ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട്. ഹിയർ ഐ സോ വൺ. ഹിയർ വൺ. ഇനിയിപ്പോൾ ആര് തൊട്ടാലും എനിക്ക് അട്ടയാണെന്ന് തോന്നുന്നു. അമ്മ എന്താ അമ്മ ഓസിയുടെ പോസ് വെച്ചോണ്ടിരിക്കുന്നു? അല്ല, ഞാൻ കയ്യിൽ മഞ്ചാടി വരും. അതെന്തെങ്കിലും ഇങ്ങനെ 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 ചെയ്യുന്ന പോലെ വല്ലോ. ഓണത്തിന് മഞ്ചാടി അതിനെന്തോ കിച്ചു അവിടെ ചാരല്ലേ, അവിടെ ഫുൾ അട്ടയാണ്. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ആദ്യം വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 10ലോ പഠിക്കുക. അന്നേരം ഇവിടെ സ്ഥിരമായിട്ട് സിനിമ എടുത്തുകൊണ്ടിരുന്ന ഒരു നിർമ്മാതാക്കളുടെ ഒരാളാണ്. അന്ന് ഏറ്റവും കൂടുതൽ സിനിമ എടുക്കുന്ന
നിർമ്മാതാവായിരുന്നു ശ്രീ സുരേഷ് കുമാർ. സുരേഷ് ഏട്ടനാണ് പിന്നീട് മേന ചേച്ചിയെ കല്യാണം കഴിച്ചത്. അപ്പോൾ അന്ന് സുരേഷ് ഏട്ടൻ, സംവിധായകൻ ശ്രീ പ്രിയദർശൻ, പ്രിയഞ്ചേട്ടൻ എന്ന് വിളിക്കും, പ്രിയഞ്ചേട്ടൻ, ഇവരൊരു ഗ്യാങ് ഉണ്ട് അന്ന്. ഈ ഗ്യാങ് ട്രിവാൻഡ്രം ഗ്യാങ് ആയിരുന്നു, ബെൽറ്റ് എന്നൊക്കെ പണ്ട് പറയും. അവരുടെ സിനിമകളിലെ നല്ലൊരു ഭാഗവും ഇവിടെ ഈ ചിത്രാഞ്ജലിക്ക് അകത്ത് വെച്ച് എടുക്കുന്നത്. അന്ന് ഈ അമ്പലമൊന്നുമില്ല. അന്ന് ഇവിടെ ലാൻഡ്സ്കേപ്പാണ് പ്രധാനമായിട്ട് എടുക്കുന്നത്. അത് ഫൈറ്റ് സീനാണെങ്കിലും പ്രേമരംഗങ്ങളാണെങ്കിലും എല്ലാത്തരം സംഭവങ്ങളും എടുക്കുന്നത്. സൺസെറ്റ് എടുക്കണമെങ്കിൽ ചിത്രാഞ്ജലി വരണം, ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന എടുക്കണ ചിത്രാഞ്ജലി വരണം. ഇവിടെ നിന്ന് കാണാം നമുക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതൊക്കെ. പണ്ട് ചെന്നൈയിലാണ് ഈ ഫ്ലൈറ്റ് ലാൻഡിങ്ങും ടേക്ക് ഓഫ് സീൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അച്ഛന് ഭയങ്കര സിനിമ കമ്പവും ഇവരുമായിട്ട് വലിയ കൂട്ടായിരുന്നുണ്ട്. ഇവിടെ ലൊക്കേഷനിൽ വരുമ്പോഴൊക്കെ അന്ന് ആദ്യമായിട്ട് ഇവിടെ വരുന്ന ഷൂട്ടിങ് കാണാൻ വരുന്നത് കൂലി എന്ന് പറഞ്ഞ സിനിമയാണ്. അന്ന് കൂലിയിൽ രതീഷ് ഏട്ടൻ, ഒരുമാതിരിയുള്ള എല്ലാവരും ഉണ്ട്, മൂക്കയുണ്ട്, എല്ലാവരും ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് എനിക്ക് തോന്നുന്നു കുറേയധികം ഇതിനകത്ത് ഷൂട്ട് ചെയ്ത് പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്ന് പറഞ്ഞ സിനിമയുടെ സീനായിരുന്നു. അതിലാണ് പിന്നീട് വരുന്നത്. പിന്നെ അവർ സുരേഷ് ഏട്ടൻ എടുക്കുന്ന മിക്ക സിനിമ ഇവിടെയും താര ഹോട്ടലിൽ വരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ സിനിമയിൽ വരും, നമ്മൾ ഈ സ്ഥലത്ത് വന്ന് അഭിനയിക്കുന്നതൊക്കെ. എത്രയോ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തു. സീരിയലായിരുന്നു കൂടുതലും, പ്രത്യേകിച്ച് ലാൻഡ്സ്കേപ്പ്, പിന്നെ അതിനകത്തുള്ള ഒരു ഹോട്ടൽ സീനൊക്കെ ഉണ്ട്. എത്ര ഇതെടുത്തു. ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ സ്റ്റുഡിയോ തുടങ്ങുമ്പോൾ പോലും ഇത്രയധികം നടന്മാർ ഇതിനകത്ത് വരുന്നു, അഭിനയിക്കുന്നു. ഇതിനകത്ത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ തമിഴ്നാട്ടിലേക്ക് വലിയ സ്റ്റുഡിയോകളുണ്ട്, എക്സലൻറ്റ് സ്റ്റുഡിയോസ് ഉണ്ട്. പക്ഷേ നമുക്കിവിടെ ഉണ്ടായിട്ടും ഇതുവരെ ഇതിനെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലാത്ത പോലെ തോന്നും. കാരണം വനം ഷൂട്ട് ചെയ്യണം, അമ്പലം ഷൂട്ട് ചെയ്യണം, ലാൻഡ്സ്കേപ്പ് ഷൂട്ട് ചെയ്യണം, ഓഫീസ് ഷൂട്ട്, നല്ല ഫ്ലോറുകളുണ്ട്. ഫ്ലോറിലൊക്കെ സ്ഥിരം നിറച്ച് ഇവിടുത്തെ റിയാലിറ്റി ഷോസ് കൂടുതൽ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്. എപ്പോഴും ആലോചിക്കും, മനോഹര ഒരു സ്ഥലമാണ് ചിത്രാഞ്ജലി. കാരണം വളരെ ഒതുങ്ങിയൊരു സ്ഥലത്താണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, ട്രാഫിക് പ്രശ്നങ്ങളൊന്നും, വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ സ്ഥലം. അതുകൊണ്ടൊരു മനോഹര സ്ഥലമാണ്. കേരളത്തിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് ഈ ചിത്രാഞ്ജലി സ്റ്റുഡിയോ എന്ന് പറയുന്നത്. കാരണം ഒരു സർക്കാർ നടത്തുന്ന നല്ലൊരു സ്ഥാപനങ്ങളിലൊന്നാണ്. ഇതിനകത്ത് സീഡിറ്റിൻ്റെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, മറന്നു തുടങ്ങി. പണ്ട് ഇതിനകത്ത് ധാരാളം വന്നു പോയി. ഇന്നിപ്പോൾ എനിക്കൊന്നും അമ്മു ഇതിനകത്തല്ലേ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ? അമ്മുവിൻ്റെ ഒക്കെ ഏതെങ്കിലും പ്രോഗ്രാം? നമ്മളിവിടെ മറ്റേ റിയാലിറ്റി ഷോയ്ക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്ലാതെ 1-2 സംഭവങ്ങളൊക്കെ പുറത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓസി ഇവിടെയാണ് പണ്ടൊരു ഡാൻസ് ഷൂട്ട് ചെയ്തത്. കിച്ചുവിൻ്റെ ഏതൊക്കെ സിനിമ ഇവിടെ ചെയ്തിട്ടുണ്ട്? എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. സീരിയലും കുറേ പോർഷൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സീരിയൽ ഏതൊക്കെ ചെയ്ത് കാണും? ചിപ്പി ആയിട്ടുള്ള ഏതൊരു സിനിമ? ചിപ്പിയായിട്ട് എനിക്കൊന്ന് നമ്മുടെ കാറ്റൊന്ന് വിളിച്ചപ്പോൾ അതിനകത്ത് ഈ അമ്പലം ഷോട്ട് എന്തോന്നോ എടുത്തതായിട്ട് എൻ്റെ ഓർമ്മ നിൽക്കുന്നു. ഇവിടെയാണോ നിങ്ങൾ രണ്ടുപേരും തൊഴുതിട്ട് ഇറങ്ങുന്നത്? അമ്പലമല്ല, ഇത് കഴിഞ്ഞ് അപ്പുറത്ത് വേറെ അമ്പലമുണ്ട്. അതാ അങ്ങ് അറ്റത്ത് അവിടെ ഒരു അമ്പലമുണ്ട്, അറിയില്ലേ? ആണോ? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ നിന്ന് തൊഴുതുകൊടുക്കുന്ന സീൻ എന്തോ ഉണ്ട്. അതിന് ശേഷമാണ് നിങ്ങളുടെ സോങ് സീക്വൻസ്. സ്റ്റെപ്പ് ഇറങ്ങണ ഇവിടെ അല്ലല്ലോ? അല്ല, തിരുവല്ലത്ത് എവിടെയായിരുന്നു മഴ പെയ്യിക്കുന്നത്. അത് ഒറിജിനൽ മഴ അല്ലല്ല, അവർ പെയ്യിപ്പിച്ചാണോ? മഴയുടെ ഇത് കൊണ്ട് വെച്ചിട്ട് ഒരു ഷവർ പോലത്തെ സാധനം വെച്ച് ഒരു മെഷീനുണ്ട്, പ്രഷർ മെഷീൻ, അത് വെച്ച് അടിച്ച. ഇന്ന് നമ്മൾ ഈ ഫോട്ടോഷൂട്ടിന് ഒരു വളരെ ഡൾ ഒരു സാധാ ലുക്കായതുകൊണ്ട് കിച്ചുവിൻ്റെ ഏതോ ഒരു 25 വർഷം പഴയ ഒരു മുണ്ടും വേണ്ടാതെ ഇനി ഞാൻ ഇടില്ല എന്നും പറഞ്ഞ് ആരൊക്കെങ്കിലും കൊടുക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഒരു ഷർട്ടും. ആ ഷർട്ടിൻ്റെ പ്രത്യേകത അതിൻ്റെ ഏതോ ഒരു ബട്ടൻ്റെ നൂല് വരെ വേറെ കളറാണ്. എനിക്ക് തോന്നുന്നത് പൊട്ടിപ്പോയിട്ട് പിന്നെ ആരോ തച്ച. അതാണ് ഇന്നത്തെ. എപ്പോഴും നമ്മൾ ഫോട്ടോഷൂട്ട്സൊക്കെ കുറച്ച് എന്താണ് കുറച്ച് റിച്ച് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ആ ഒരു തീമാണ് നമ്മൾ ഇത്തവണ പിടിച്ചത്. ആകെ ഒരു ദുഃഖകരമായൊരു അവസ്ഥയിലാണല്ലോ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം മാറി, എല്ലാവർക്കും ശരിയാവും. സംഭവിച്ച അപകടം, ദാരുണമായ വയനാട് സംഭവമൊക്കെ ഓർക്കുമ്പോൾ വിഷമമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥവും സുഖമായിട്ട് ഇങ്ങനെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് മോളിൽ നിന്ന് ഇങ്ങനെ മലയിടിഞ്ഞ് വന്നു പോയാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. വല്ലാത്തൊരവസ്ഥയാണ്. എല്ലായിടത്തും ഓടാൻ പോലും സമയം കിട്ടുന്നില്ല. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് എല്ലാം കൂടി വരികയാണ്. മരണമടഞ്ഞവരുടെ അവസ്ഥ നമുക്ക് പറയുന്നില്ല, ജീവിച്ചിരിക്കുന്നവരുടെ അവസ്ഥ അതിനേക്കാൾ ഇതാണ്. എല്ലാം മാറും, കാലം എന്നൊരു സംഭവമാണ്. അവർക്കൊക്കെ സന്തോഷം ഉണ്ടാവട്ടെ ജീവിതത്തിൽ. ഇങ്ങനെ ആലോചിക്കും, അല്ലാതെ വേറൊന്നും പറയില്ല. കാരണം ചില സമയത്ത് അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയും, നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നവരും ആരോഗ്യമുള്ളവരും സമാധാനമുള്ളവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ വളരെ വലിയ അനുഗ്രഹീതരാണ്. നമുക്ക് പോരായ്മകളുണ്ടാവും, പരാതികളുണ്ടാവും. പക്ഷേ നമ്മൾ ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലാണെന്ന് മനസ്സിലാവും. ഇനി കൂടുതൽ സംസാരിക്കും, ഇത് പലപ്പോഴും ഞാൻ പറയുന്നത്. പക്ഷേ പല ആവർത്തി പറയാൻ കാര്യം വെച്ചാൽ നമുക്ക് മറവി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ളവർ മറക്കുന്നത്. നമ്മളും ചില സമയത്ത് എവിടെയൊക്കെയോ നമ്മൾ മറവി കൊണ്ട് പലതും മറന്നു പോവും. എന്നിട്ട് നമ്മളും പരാതിയിലോട്ടും പരിഭവത്തിലോട്ടും പോവും. ഒരിക്കലും പരാതിയും പരിഭവം ഇല്ലാതിരിക്കട്ടെ എന്നാണ്.
ഉണ്ടെങ്കിൽ പോലും നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കുക, പറയാതിരിക്കുക, ചിരിക്കാൻ ശ്രമിക്കുക. സന്തോഷം. സാധാരണ ഞാൻ ബിഹൈൻഡ് ദ സീൻസ് ഓഫ് നമ്മുടെ ഷൂട്ട്സ് എടുക്കാറുണ്ട്. ഇന്ന് ഞാൻ ഡ്രസ്സൊക്കെ ചിലപ്പോൾ ഇഷാനി എടുക്കുന്നത് കണ്ടു, പിന്നെ ഹൻസും എടുക്കുന്നുണ്ട്. ഞാൻ വെച്ച് ഞാനും കൂടെ ആ ഒരു കോമ്പറ്റീഷനിൽ കയറണ്ടെന്ന് വെച്ചു. കോമ്പറ്റീഷൻ അല്ലേ, നിനക്ക് നിൻ്റെതായ വ്യൂ ആണ്, അവർക്ക് അവരുടേതായ ആംഗിളിലാണ് അവരെടുക്കുന്നത്. എല്ലാവർക്കും വ്യത്യസ്തമായ കാഴ്ചപ്പാടല്ലേ. ഞാൻ ഈ എടുക്കുന്നത് ഞാൻ അങ്ങനെ ഒരു വീഡിയോയിൽ ഇടുവോ അതോ ഞാൻ എൻ്റെ വേറെ ഏതെങ്കിലും ഒരു ബ്ലോഗിൻ്റെ കുറച്ച് പോർഷനിൽ ആഡ് ചെയ്താൽ പോലും നമ്മൾ ഓണം ഷൂട്ട് ഡേയിലെ കുറച്ച് ക്ലിപ്പിങ്സ് എന്ന് പറഞ്ഞായിരിക്കും ഞാൻ ഇടുന്നത്. അല്ലാതെ അത് ഫുള്ളായിട്ട് ഇടാൻ ഞാനൊരു ഡ്രസ്സ്, കാരണം അങ്ങനെ നമ്മൾ ഇത്രയും സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ ഗെറ്റിംഗ് റെഡി അങ്ങനെയൊന്നും എനിക്ക് പ്രത്യേകിച്ച് എടുക്കാനൊന്നുമില്ല. ഞാൻ ഈ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിൻ്റെ ഇതേ കളർ കോമ്പിനേഷനിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഗൃഹപ്രവേശം എന്ന് പറഞ്ഞൊരു സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 27 ഇയേഴ്സിനുള്ളിൽ, കാരണം അന്ന് ഞാൻ ഓസിയ പ്രഗ്നൻ്റ് ആയിരുന്നു, 26.5 ഇയേഴ്സ് ബാക്ക്. അന്ന് ഞാൻ കിച്ചുവിൻ്റെ ഒരു മുറപ്പെണ്ണിൻ്റെ ക്യാരക്ടറായിരുന്നു. എനിക്കെൻ്റെ പേര് ഓർമ്മയില്ല. കിച്ചുവിൻ്റെ പേരെന്ത് പറഞ്ഞാൽ കിച്ചുവല്ലേ ഹീറോ? ആ, കിച്ചുവാണ് ഹീറോ. ഞാൻ അതിൽ ഐ തിങ്ക് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സൗമ്യ. ആ, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സൗമ്യ. അപ്പം അതിൽ ഞാൻ ഇതുപോലെ ഒരു അയ്യോ സോറി പറയുമായിരിക്കും. നരേന്ദ്രപ്രസാദ് സാറിന് ഭയങ്കര ഇഷ്ടമാണ്. കിച്ചു പറ. അല്ല, പ്രസാദ് സാറുമായിട്ട് വളരെ നല്ലൊരു ബന്ധമായിരുന്നു. അതായത് അദ്ദേഹം ഇങ്ങനെ വല്ലപ്പോഴും വിളിക്കും. അപ്പോൾ ഞങ്ങൾ സുഹൃത്തം സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ രാത്രി ചിലപ്പോൾ 1 മണിക്ക് കയറി വിളിക്കുന്നത്. ആ കൃഷ്ണകുമാറേ, ആ പ്രസാദാ എവിടെയാ? ഞാൻ സാറേ വീട്ടിലാണ്. ആ കൃഷ്ണകുമാറേ, പുരാടമാണ് നമ്മൾ രണ്ടുപേരും. നാളെ രാവിലെ മുതൽ നമുക്ക് നല്ല സമയമാണ് കേട്ടോ. ശരി, കിടന്നോളൂ. സാറിന് ഇങ്ങനെ എപ്പോഴും എനിക്ക് ശബ്ദം കേൾക്കാം. കാരണം സാറിനോടുള്ള ഇഷ്ടം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ ജീവിതത്തിൽ പലരെയും സന്തോഷിപ്പിക്കാൻ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മുടെ ഒറിജിനൽ ബിഹേവിയർ അല്ല കാണിക്കുന്നത്. നമ്മൾ ആണോ ഇത് അദ്ദേഹത്തിന് എല്ലാവരും ഒരുപോലെ ആര് പറയാനുള്ളത് പറയും. അസാമാന്യമായ ഗട്ട്സിൻ്റെ ഒരു മനുഷ്യനായിരുന്നു, അസാമാന്യം. ഞാനിങ്ങനെ എപ്പോഴും പല കാര്യങ്ങൾ എൻ്റെ അടുത്ത് സാറ് തുറന്നു പറച്ചിലുണ്ടായിരുന്നു കാറിലിരുന്നു. ഷോമാറേ, എന്നെപ്പറ്റി ഇപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ സാറേ വല്ലാത്ത ബഹുമാനമാണ്. സാധാരണ അങ്ങനെ തോന്നാറില്ല, സാധാരണക്കാർക്ക് അങ്ങനെ തോന്നില്ല. തനിക്ക് എന്താ അങ്ങനെ തോന്നാൻ കാര്യം? ഞാൻ ഒരേ നക്ഷത്രമല്ലേ സാറേ. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുമ്പോൾ പറയും, ആ സുകുമാരിയും പൂരാടമാണ്. ഞാൻ എടോ നരി സുകുമാരി. അപ്പം നമ്മൾ സുകുമാരി ചേച്ചി പുള്ളി ഇങ്ങനെ ആ സുകുമാരി, സുകുമാരിയും ഞാനും താനും ഒക്കെ പൂരാടമാണ്, നമുക്ക് നല്ല സമയം ഉണ്ടോണ്ട് ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറയുന്ന കാര്യം ഓർത്ത് വരും. മനോജ് കെ ജയൻ, പിന്നെ ഞങ്ങൾ 3 പേരും കൂടി, മനോജും പ്രസാദ് സാറിനെ കൂടെയായിരുന്നു ഞാൻ ഇതിനകത്ത് അഭിനയിക്കുന്നത് സുഹൃതത്തിൽ. അപ്പോൾ അവിടെ ഇരുന്ന് ഈ വിഷയം പറയും. അപ്പോൾ എനിക്കാണെങ്കിൽ ജാതകത്തിനെ പറ്റി അറിയില്ല, നക്ഷത്രത്തെ പറ്റി വലിയ വിവരമില്ലല്ലോ. ഇവർ രണ്ടുപേരാണെങ്കിൽ ഇരുന്ന് പറയും. ഓ, സച്ച് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ പ്രസാദ് സാർ. അവരൊക്കെ ഒരുപാട് നല്ല മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ എത്ര പെട്ടെന്ന് അങ്ങ് പോയി. മുരളിച്ചേട്ടൻ, എന്തിനാ നമ്മൾ സ്വന്തം തന്നെ സീറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതിനകത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നവരും സംവിധാന മേഖലയിൽ എത്ര പേര് മരണപ്പെട്ടു. അതിൻ്റെ പൈലറ്റ് എപ്പിസോഡ് എടുക്കുമ്പോൾ രതീഷ് ചേട്ടൻ അഭിനയിച്ചിരുന്നു. ആദ്യം മരണപ്പെടുന്ന രതീഷ് ചേട്ടനായിരുന്നു. പിന്നെ കവിയൂർ രേണുക ചേച്ചിയും പിന്നെ ഉണ്ടായിരുന്നു അതിനകത്ത്. പ്രേമൻ ചേട്ടൻ അന്ന് ഓർക്കുന്നു നമ്മളെ ശിവജി ചേട്ടൻ പ്രേമൻ ചേട്ടൻ നമ്മളെ വിളിക്കാനായിട്ട് നമ്മുടെ വീടിൻ്റെ നടയിൽ, അമ്പലമുക്കിൻ്റെ വീടിൻ്റെ നടയിൽ കാറിലിരിക്കുന്നു. ഡ്രൈവർ ഓടി വന്ന് പറയുന്നു കുറച്ച് വെള്ളം വേണം. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ചേട്ടനെ സുഖമില്ല. അങ്ങനെ ചേട്ടനെ തൂക്കി നമ്മൾ സാന്ത്വന ഹോസ്പിറ്റലിൽ കയറ്റുന്നു. അവിടെ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ബ്രദർ വന്നു നാട്ടിൽ കൊണ്ടുപോയി. പുറകോട്ട് തിരിയുമ്പോൾ എത്ര നമ്മുടെ കൂടെ നിന്ന് മലയാളത്തിൽ ആക്ച്വലി ഒരു സോ മെനി ടാലന്റഡ് ആക്ടേഴ്സ് ഇന്നിപ്പോൾ ഇല്ല. ആ ഒരു സമയത്ത് ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആയിരുന്ന നമ്മളെ പണ്ടത്തെ നമ്മൾ അസീസ് ചേട്ടൻ, KPAC സണ്ണി, നമ്മൾ എന്തുമാത്രം സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ചേട്ടൻ്റെ കൂടെ. ക്യാരക്ടർ റോൾസ്, കൊച്ചിൻ ഹനീഫ, ഒരുപാട് കൃഷ്ണൻ ചേട്ടൻ ഇതുപോലെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. കാരണം നമ്മളൊക്കെ ബൈ ആക്സിഡൻറ്റ് അഭിനയത്തിൽ വന്നതാണല്ലോ, അല്ലാതെ ഒരു അഭിനേതാവായിട്ട് അല്ലെ അഭിനേതാവണം എന്ന് വിചാരിച്ച് ജീവിച്ചവരൊന്നുമല്ല. ഇവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോഴേ നമ്മൾ പിടികിട്ടുന്നത് നമ്മൾ കാണിക്കുന്നത് മുഴുവൻ കുഴപ്പമാണ്. ഇതുപോലെ തിലകൻ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു, ഷമറേ, നമ്മൾ ഈ അഭിനയിക്കുമ്പോൾ ഈ ഡയലോഗ് പറയുമ്പോൾ എക്സ്പ്രഷൻ കൊടുക്കുക, ഡയലോഗിൻ്റെ ഇടയ്ക്ക് എക്സ്പ്രസ് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ട് അഭിനയിക്കുക, അല്ല എന്നിട്ട് പിന്നെ വീണ്ടും ഡയലോഗ് പറയും. അപ്പോൾ ഓരോരുത്തരുടെയും ഓരോരോ ചെറിയ അറിവുകൾ നമ്മൾ കിട്ടിയാൽ നമ്മൾ പഠിക്കുകയാണ്. കൂടും തേടി എന്ന് പറഞ്ഞ സീരിയലിൻ്റെ സെറ്റിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. തിലകൻ ചേട്ടൻ എന്നോട് ഉണ്ടായിരുന്നു. നിന്നെയും കൂടി വെക്കട്ടെ വീഡിയോയിലോട്ട്, എന്നെ മാത്രം കാണിച്ചിട്ട് ബോറായി പോകും. അപ്പോൾ ഇതാണ് ഞാൻ. ഇതൊക്കെ ഒരു
ഇന്നെന്തിനാ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. നമ്മൾ അല്ല നല്ല പ്രസാദ് സാറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് കിച്ചുവിന് സംസാരിക്കാൻ എൻ്റെ ഈ ഇടയ്ക്കിടയ്ക്ക് ട്രെൻഡിങ്ങിൽ വരാറുള്ള എൻ്റെ വീഡിയോയിൽ ഞാൻ സ്പേസ് തന്നു. പിന്നെ ഞാൻ കുറച്ച് വാചകം പഠിക്കട്ടെ. അപ്പോൾ ഞാൻ ഗൃഹപ്രവേശം സീരിയലിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ സീരിയലിൽ ഞാൻ ഇതുപോലെ കിച്ചുവിൻ്റെ ഒരു മുറപ്പെണ്ണ്, ഒരു സാധാരണ പാവപ്പെട്ട കുട്ടി. അപ്പം ഞാൻ എൻ്റെ കോസ്റ്റ്യൂം അതിൽ ഫുൾ ഇങ്ങനത്തതാണ്. അപ്പോൾ എൻ്റെ ഇതുപോലത്തെ സിമ്പിൾ സെറ്റും ഉണ്ടൊന്നും നമ്മുടെ കാണത്തില്ലല്ലോ. നമ്മളിലുള്ള ഇച്ചിരി കസവൊക്കെ ഉള്ളതും ഇച്ചിരി സ്റ്റാൻഡേർഡുള്ള ഐ മീൻ ഒരു സ്റ്റൈൽ കൂടിയത് വന്നാൽ എനിക്കെന്നൊരു 25-26 വയസ്സ് പ്രായം. അപ്പോൾ അങ്ങനത്തെ പറയുമ്പോൾ ഞാൻ അയ്യോ അന്നൊക്കെ സീരിയലിനൊക്കെ വേണ്ടി നമ്മൾ കാശ് കൊടുത്തൊക്കെ വാങ്ങണം, നമ്മൾ ആർട്ടിസ്റ്റുകളാണ് കൊണ്ടുവരേണ്ടത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. കിച്ചുവിൻ്റെ അമ്മ എല്ലാം ഇങ്ങനത്തെ ഇടുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കിച്ചുവിൻ്റെ അമ്മയുടെ ബ്ലൂ കളർ, ഇതേപോലത്തെ ബ്ലൂ കളർ, ഓറഞ്ച് കളർ, ബ്ലാക്ക്, ഗ്രീൻ, അങ്ങനെ കിച്ചുവിൻ്റെ അമ്മയുടെ 4-5 സെറ്റും കൊണ്ട് ഇങ്ങനത്തെ സിമ്പിൾ പോയെടുത്ത് ഞാൻ അതിനൊക്കെ ഇതുപോലെ മാച്ചിങ് ബ്ലൗസും തച്ച്. അന്ന് എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഇതുപോലെയാണ്. ഞാൻ ഇങ്ങനെ കണ്ണാടി നോക്കിയപ്പോൾ 26-27 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുറച്ച് വണ്ണം വെച്ചു എന്നല്ലാതെ വലിയ വ്യത്യാസമൊന്നും എനിക്കില്ല. എന്ത് എല്ലാവർക്കും അങ്ങനെ സ്വയം തോന്നുന്നു, മറ്റുള്ളവർ പറയുമ്പോഴേ അറിയത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് 56 വയസ്സ് ആയോ തോന്നുന്നതാണോ എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തോന്നാറുണ്ട്. അല്ല ഞാൻ പറഞ്ഞു ഈ കോസ്റ്റ്യൂമിൽ ഡോണ്ട് ഐ ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ഹൗ ഐ ലുക്ക് ദെൻ. അന്ന് ഇച്ചിരി കൂടെ മെലിഞ്ഞിരുന്നു. ഇച്ചിരി ഒന്നുമില്ല, നല്ല മെലിഞ്ഞായിരുന്നു. പോടന്ന് നല്ല പോലെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം. രാവിലെ കഴിച്ചത് ഞാൻ ഇന്ന് ഒരു ഇഡലിയെ കഴിച്ചോളൂ. നീ അപ്പൊ കൂടുതൽ കഴിച്ചിരുന്നു എന്തായിരുന്നു? ഈശ്വര ഒടുക്കത്തെ തള്ളായിപ്പോയി. അപ്പൊ ഇത് നമ്മുടെ ഓണം ഷൂട്ടിങ്ങിന്റെ ഒരു ലൊക്കേഷനിലെ കുറച്ച് ക്ലിപ്പിംഗ്സ് ആണ്. ഒച്ചത്തിൽ പറയണം, പലരും പറയുന്നുണ്ട് ഓഡിയോ വളരെ വീക്കാണ്. കിച്ചുവിന് എത്ര ബേസ് പോലെ ഇട്ട് സംസാരിക്കുന്നത് അതിനകത്ത് കേൾക്കണ്ടേ? നമ്മളെപ്പോഴും പറയുമ്പോൾ ഒച്ചത്തിൽ പറയണം, അല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നവർക്ക് വീഡിയോ പോലെ തന്നെ ഓഡിയോ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു വീഡിയോയ്ക്കകത്ത് ഓഡിയോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ കേട്ടോണ്ടിരിക്കുന്നവർക്ക് സ്കിപ്പ് ചെയ്യാൻ തോന്നും. ഡിസ്റ്റർബൻസ് ഇനിയിപ്പോൾ ഇവിടുത്തെ കാറ്റ് നമ്മൾ അറിയുന്നില്ല, മൈക്ക് കയറി ക്യാച്ച് ചെയ്യും. എനിവേ സന്തോഷം. ഞാൻ ഇട്ടേക്കണ കിച്ചുവിൻ്റെ മാലയാണ്. എനിക്ക് ഇങ്ങനത്തെ നീളമുള്ള സ്വർണ്ണമാലയൊന്നും ഇടാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്കൊന്നുമില്ല. അപ്പം ഞാൻ ഇടുന്ന കുഞ്ഞു മാലയല്ലേ. അപ്പോൾ കുഞ്ഞു മാല അതുപോലത്തെ മാല ഇതുപോലത്തെ ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെ ഇട്ടാൽ ഔട്ട് ഓഫ് പ്ലേസ് ആയിരിക്കും. നിങ്ങൾ സ്ഥിരം എന്നെ കാണുന്ന ഒരു ഡയമണ്ട് താലിയാണ്. ഇതാണ് എൻ്റെ ഒറിജിനൽ താലി. ഉണ്ടാ അതിൽ ഒരു ചെറുതായിട്ടൊന്ന് ചളങ്ങിയിരിക്കുക. അതെനിക്ക് അമ്മ കുഞ്ഞായപ്പോൾ എപ്പോഴും കടിച്ചതാണ്. ഇതാണ് ഈ ചേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി. അപ്പൊ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് സമയമായി. വയറ് വിശക്കുന്ന കണ്ണിലെ മരുന്ന് ഒഴിക്കണം, വണ്ടിക്കകത്തിരിക്കണം, അത് ഒഴിക്കണം. ഇപ്പൊ പോയി ലെൻസ് മാറ്റിയല്ലോ നോക്കട്ടെ. അറിയില്ല. അപ്പൊ കിച്ചന് കണ്ണിനെ കുറിച്ച് എല്ലാവരോടും ഒന്ന് പറ. കിച്ചു ഇന്നിപ്പോ അഗർവാലിൽ പോയി ലെൻസ് മാറ്റി വെച്ചു. എന്ത് ലെൻസാ? ബാൻഡേജ് ലെൻസ്. വേറൊന്നുമല്ല, നമ്മുടെ ഈ കോർണിയയിലാണല്ലോ ഒരു കട്ട് കിട്ടിയത് ഒരു പോർഷനിൽ. അപ്പോൾ ആ കട്ട് കിട്ടിയത് വളർന്നു വന്നിട്ട് ഓക്കെ എൻ്റെ മുറി ഉണങ്ങി എന്നുള്ള ഡോക്ടർമാർ. പക്ഷെ അന്ന് ആദ്യത് പെട്ടെന്ന് ഇതെല്ലാവർക്കും സംഭവിക്കുന്ന രാവിലെയാണ്, ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഉറക്കത്തിൽ പൊതുവെ ഇപ്പോൾ എല്ലാവരും AC കിടക്കുന്നു. രാത്രി ബാൻഡേജ് ഇട്ടതിന് ശേഷം കിച്ചണിപ്പോൾ എങ്ങനെയുണ്ട് കണ്ണ്? ഇതും കഴിഞ്ഞിട്ട് നമ്മൾ രാത്രി മറ്റേ ഒട്ടിച്ചിട്ടാണല്ലോ, പാച്ച് ഒട്ടിച്ചിട്ടില്ലേ കിടക്കുന്നത്. നമ്മൾ കണ്ണ് അതിനകത്ത് നിറച്ച് മരുന്ന് ഒഴിച്ചിട്ടില്ലേ നമ്മൾ കിടക്കുന്നത്. പെർഫെക്റ്റ്, ഒരു വേദനയില്ല, ഒന്നുമില്ല. ആ ഒരു കണ്ണു വെച്ചാണ് ഉറങ്ങുന്നതിൽ പോലും അതും എനിക്ക് വളരെ ഞാനങ്ങ് അഡ്ജസ്റ്റ് ഹാപ്പിയായി. പെർഫെക്റ്റ്. ഡോക്ടർമാർക്ക് നന്ദി. കണ്ണൊന്നും ചോപ്പൊന്നും ഇല്ല, നല്ല വെളുത്ത് ഡീസൻ്റ് ആയിട്ടിരിക്കുന്നത്. എക്സലന്റ് ഡോക്ടേഴ്സ് അല്ലേ നമുക്ക്. നമ്മുടെ ഭാഗ്യമാണ് ഭാരതത്തിൽ, ഇന്ത്യയിൽ വി ഹാവ് സച്ച് ഗുഡ് ഡോക്ടേഴ്സ്. ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഡിഡ് യു റീഡ് ദാറ്റ് ന്യൂസ്? ആ കാൽക്കട്ടയിൽ ഒരു ലേഡി ഡോക്ടർ സോ ബാഡ് അല്ലേ കിച്ചു? ലൈക്ക് എന്താ ഇങ്ങനെ? നമ്മുടെ നാട്ടില് അതിൽ പറഞ്ഞേ, പട്ടി പൂച്ച പാമ്പിനൊന്നും ഭയക്കണ്ട, മനുഷ്യരുടെ അകത്തുള്ള ക്രൂരത അവിശ്വസനീയം. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു, രാഷ്ട്രീയവൽക്കരിക്കുന്നു. ഞാൻ പറയും ഇതിലൊന്നും രാഷ്ട്രീയമേ കാണരുത്. ഞാനൊരു പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നെങ്കിൽ പോലും തെറ്റാണ്, അത് ആര് ചെയ്താലും. ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇത്തരം ഇതിനകത്തൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം. കാരണം നമ്മുടെ ഇടയിലുള്ളൊരു സൗകര്യക്ക് ഒരു വിഷയം വരുമ്പോഴത്തേക്ക് അതിനകത്ത് രാഷ്ട്രീയം, മതം, എന്ത് ബോറായ പരിപാടിയാണ്. എനിക്കറിയില്ല ഇതിന് എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാകും. പക്ഷെ നമ്മൾ ആലോചിക്കണം, ഇതിനകത്ത് മതവും രാഷ്ട്രീയമൊക്കെ ലാസ്റ്റ് ഒരു കാര്യമാണ്. നമ്മൾ ജനിച്ചു വളർന്ന സമയത്തൊന്നും ഈ വസ്തുക്കൾ അറിയില്ലായിരുന്നു. നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഏത് മതസ്ഥരാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്തോ ഈ പറഞ്ഞില്ലേ, ലോകം വളരെ അൺഫെയർ ആയിട്ട് പോകുന്ന പോലെ തോന്നുന്നു പലപ്പോഴും. വെരി അൺഫെയർ. പിന്നെ വേറെ കാര്യം, മീഡിയ ഇത്തരം സാധനങ്ങൾ തെറ്റ്. മീഡിയയും ഞാൻ പറയുന്നത് കുറേയൊക്കെ ഞാൻ ഈ ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് എതിരാണ്. ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടില്ല. പണ്ട് ദൂരദർശനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു വലിയൊരു മരണമോ അല്ലെങ്കിൽ വലിയൊരു നേതാവിൻ്റെ മരണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ബ്രേക്കിംഗ് ന്യൂസായിട്ട് കൊടുക്കില്ല.
അവരിന്ന് ആലോചിക്കും ഈ വാർത്ത കൊടുക്കണോ, എത്ര അളവിൽ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം. ഓക്കെ, സെൻട്രൽ ലീഡർ ആകാനാണ് മരണപ്പെട്ടിരിക്കുന്നെങ്കിൽ ഒരു വയലിൻ്റെയോ സിത്താറിൻ്റെയോ മ്യൂസിക് ഇടും. അപ്പോൾ തന്നെ നമുക്കറിയാം എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മളിതിന് പ്രിപ്പയർഡ് ആവും. അടുത്ത ദിവസം അപ്പോൾ ഒരു 9 കഴിഞ്ഞാൽ ചാനൽ ക്ലോസ് ആവുന്നുണ്ട്, പിന്നെ അടുത്ത ദിവസത്തെ പത്രത്തിൽ വരത്തുള്ളൂ. അപ്പോഴത്തേക്ക് ചെറുതായിട്ട് ന്യൂസ് അവിടെ ഇവിടെയൊക്കെ പടർന്നു തുടങ്ങും. അതുകൊണ്ട് എല്ലാത്തിനും ബ്രേക്ക് ചെയ്ത് ഇപ്പോൾ എനിക്കൊന്ന് 1 മണിക്കൂറിനകത്തൊരു 5-6 എല്ലാ ചാനൽസിലും മറ്റേ TRP ടോപ്പിൽ നിൽക്കണം. അത് തെറ്റല്ല. ഒരു ചാനൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ബിസിനസ്, അതിനകത്ത് അതെല്ലാം വേണ്ടി വരും. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഈ ന്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭൂരിപക്ഷവും നെഗറ്റിവിറ്റി ആണല്ലോ. ഒരു അപകടം, മരണം, വെള്ളപ്പൊക്കം, ഇതങ്ങനെ. അപ്പോൾ അതിനെ കുറച്ചിട്ട്, പക്ഷെ എന്തോ നമ്മളെല്ലാം അങ്ങനെ ആയിപ്പോയി. ഞാനൊരു സംഭവം നോക്കുമ്പോൾ ഒരു അപകട വാർത്ത കാണുമ്പോൾ ആണോ എന്ന് പറഞ്ഞ് നോക്കും, നമ്മളത് മാറണം. എന്നാൽ നല്ല റോഡ് വരുന്നു, നാഷണൽ ഹൈവേയുടെ പോസിറ്റീവ് വളരെ കുറച്ചേ കാണിക്കാറുള്ളൂ. ഇറ്റ്സ് റിയലി സാഡ്, യുനോ. അപ്പോൾ ചില സമയത്ത് നമ്മൾ ന്യൂസ് കുറച്ച് നേരം ഓൺ ചെയ്ത് വെച്ചാൽ അമ്മയൊക്കെ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ ആ ന്യൂസ് ഒന്ന് ഓഫ് ആക്കുമോ, ബിക്കോസ് അത് സാഡ് തിങ്സ് മാത്രമാണ്. സംഭവങ്ങൾ കയറരുത്, കാരണം ഫുഡിൽ പോയിസൺ ആയി പോകുന്നതാണ് പറയപ്പെടുന്നത്. നമ്മുടെ വീട്ടിൽ മുന്നേ പാരൻസ് ഇതേ ലൈക്ക് ടു വാച്ച് ന്യൂസ്. അപ്പോൾ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഫുഡ് കഴിക്കാൻ ഓരോരുത്തർ. അപ്പോൾ അയ്യോ അതൊന്നും ഓഫ് ആക്കുമോ, കാരണം അതിനകത്ത് ഇങ്ങനെ ക്ലോസപ്സും അതും. ഐ മീൻ റിയലി സാഡ്. ന്യൂസിൻ്റെ ഫുൾ ഫോം എന്താ വെച്ചു? നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഹൻസക്കുട്ടിക്ക് അറിയായിരുന്നോ ന്യൂസിന്റെ ഫുൾ ഫോം? അതൊന്നും ആയിരിക്കില്ല, ഇത് പണ്ട് സ്കൂളിൽ പറയുന്നതുകൊണ്ട് നമ്മൾ പറയുന്നതായിരിക്കും. സ്കൂട്ടർ പോട്ട്. ഇതാണ് നന്ദൻ, പുള്ളിയാണ് ഇവിടെ എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യുന്നത്. താങ്ക് യു നന്ദൻ. അപ്പം ഇറങ്ങട്ടെ. ഇറങ്ങുന്ന നിന്റെ വേണം വീഡിയോ എടുത്തു തരാം. കുറച്ച് നേരത്തെ അങ്ങ് പോകുന്നു. അതുവഴിയല്ലേ വന്നത്? അതുവഴി. അതാ ഞാൻ ചോദിച്ചു, വണ്ടിയും തിരിച്ചെടുത്തോളാം പറഞ്ഞു. അതായിരുന്നു ഞാൻ. അപ്പൊ ശരി. പൂക്കളം. അയ്യോ ഇതെടുത്ത് മാറ്റി പിന്നെ പോവോ? പിന്നെ ഓക്കെ ബൈ. ബൈ. കിച്ചി പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിക്കോ. നമസ്തേ. ഓക്കെ ബൈ. ഞാൻ രാവിലെ ഇഷാനിയോട് പറഞ്ഞു, ഇഷാനി ഞാനിന്ന് ബിഹൈൻഡ് ദ സീനൊന്നും എടുക്കുന്നില്ല, നിങ്ങളെടുത്തോന്നു പറഞ്ഞു. ഞാൻ എന്താ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കോസ്റ്റ്യൂം ഇട്ട് നിന്ന് കുറേ ഫുട്ടേജസ് ആയി. അപ്പം ഞാനും ആ ദിവസം തന്നെ ഇവരൊക്കെ ഇടുമ്പോൾ അപ്പം തന്നെ ഇടാമല്ലേ എൻ്റെ കയ്യിൽ. പക്ഷേ ടോട്ടലി ഡിഫറെൻറ്റ് സംഭവങ്ങളാണ്. ഞാൻ ആ ഫോട്ടോഷൂട്ടിൻ്റെ പോർഷൻസ് ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ ഭയങ്കര ഞങ്ങൾ ആക്ച്വലി ഇന്നത്തെ ഷൂട്ട് വൈകുന്നേരം പ്ലാൻ ചെയ്തിരുന്നതാണ്. വൈകുന്നേരം വെക്കാനാണ്. അതുകൊണ്ട് രാവിലെ പിള്ളേർക്കൊക്കെ ഉറക്കം എണീക്കാൻ പറഞ്ഞാലൊക്കെ ഇവർക്ക് ഭയങ്കര ദേഷ്യമാണ്. രാവിലെ ഉറക്കം എണീക്കാൻ ഇവർക്ക് ഇഷ്ടമല്ല. അപ്പം ഞങ്ങൾ വെച്ച് രാവിലെ ഹൻസ് ഉച്ച വരെ കോളേജിൽ പോകും, അത് കഴിഞ്ഞ് വീട്ടിൽ വരും, എന്നിട്ട് റെഡി ആവാം, എന്നിട്ട് നമുക്കൊരു 3:30 ആകുമ്പോൾ ഇവിടെ എത്താം, എന്നിട്ട് ഷൂട്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഉച്ചയാകുമ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിൽ പെരുമഴ, ഇടിയും മിന്നലും, ഭയങ്കര മഴ. അതോടുകൂടി നമ്മൾ ഇന്നലെ ആയപ്പോൾ പ്ലാൻ മാറ്റി. വൈകുന്നേരത്തേക്ക് വെച്ചാൽ നമുക്ക് പണിയായി പോവും, ലെറ്റ്സ് മേക്ക് ഇറ്റ് ഇൻ ദ മോർണിംഗ്. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു, പിള്ളേരെ കാലത്ത് 6 മണിക്ക് മര്യാദയ്ക്ക് ഉറക്കം എണീറ്റ് മേക്കപ്പ് ഇടാൻ. അമലയൊക്കെ 7 മണിയാകുമ്പോൾ എത്തും. ഓരോരുത്തർ പോയിട്ട് അപ്പോൾ ഞാനൊക്കെ സെൽഫ് മേക്കപ്പാണ്. ഐ തിങ്ക് ഹൻസുവിന് മാത്രം ഇച്ചിരി മേക്കപ്പ്. ഹൻസുവിന് മൂക്കിൽ ഇവിടെയൊക്കെ 2-3 കുരുകളുണ്ട്. അമല മേക്കപ്പ് ഇട്ടു. ഞാനൊക്കെ സെൽഫ് മേക്കപ്പ്, ഞാനൊക്കെ എല്ലാം സെൽഫ്. ജസ്റ്റ് എനിക്കൊന്ന് പിൻകുത്താനും തലയിൽ പൂ വയ്ക്കാനും മാത്രമാണ് അവരെ ഹെൽപ്പ് ചെയ്തത്. ബാക്കിയെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്തത്. അമ്മൂനും ഇങ്ങനെ ഓസിക്കും മുടിയിൽ കുറച്ച് എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ട്, ലെങ്ത്ത്. നമുക്ക് പിന്നെ കാർക്കൊണ്ട് ഉപ്പൂറ്റി വരെ ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പം ഞാനിന്നൊരു മൂടേ ഇല്ലായിരുന്നു എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ. ഇത്ര സിമ്പിളായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്ത് നിൽക്കുമ്പോൾ എന്തെടുക്കാനാണ്. പക്ഷേ ഞാൻ ഇന്നെടുത്ത ഫുട്ടേജസ് ആർ ക്വൈറ്റ് നൈസ് ഐ തിങ്ക്. അപ്പം ഞാനതെല്ലാം കൂടെ എടുത്തിട്ട് ഐ വിൽ മേക്ക് എ വ്ളോഗ്, ബിഹൈൻഡ് ദ സീൻ വ്ളോഗ്. അപ്പോൾ അവിടെ 2 പേരുടെ ഷൂട്ട് നടക്കും. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ബാ. നമ്മുടെ ഹൻസുകുട്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു സിമ്പിൾ ഡ്രസ്സിൻ്റെ പ്ലാൻ ഞാൻ കഴിഞ്ഞ വർഷവും ഞാൻ അമ്മൂനോട് പറഞ്ഞു. നമ്മളെപ്പോഴും കുറച്ച് കസവൊക്കെ ഉള്ള പോലെയല്ലേ ചെയ്യുന്നത്. വൈ ഡോണ്ട് വി ഡൂ സംതിങ് ലൈക്ക് വളരെ സിമ്പിളായിട്ട്, വളരെ സാധാ പോലെ. പക്ഷേ എനിക്ക് പെട്ടെന്ന് അതിനൊരു എങ്ങനെയാണ് ചെയ്യുക, ഏതെങ്കിലും ഒരു സെയിം കളറിൽ ചെയ്യണോ, വേറെ ആയിട്ട് ചെയ്യണോ, അങ്ങനെയൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം പെട്ടെന്ന് നമ്മൾ എല്ലാവരും പറയും നമുക്കൊരു പട്ടുപാവാടയിലോട്ട് പോയാലോ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ പാവാടയും ബ്ലൗസും പോലത്തെ ഒക്കെ ഇട്ടിട്ട് അതങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഈ ഒരു സിമ്പിൾ സാധനം എന്നും എൻ്റെ മനസ്സിൽ കിടന്നു. അപ്പോൾ ഇത്തവണ ഇങ്ങനെ നമ്മൾ വിചാരിച്ചു എന്തായാലും ഓസിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഓണം വരുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തോട് അടുത്തിട്ടൊരു ഫോട്ടോഷൂട്ടൊക്കെ വെച്ചാൽ നടക്കാൻ പോകുന്നില്ല.
കല്യാണത്തിരക്കും ടുവേർഡ്സ് ദോസ് ഡേയ്സ് വിൽ ബി വെരി ബിസി എന്ന് എല്ലാവരെയും 6 പേരെയും ഒരുമിച്ച് കിട്ടാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്. ആക്ച്വലി ഇന്ന് നമ്മളിത് പ്ലാൻ ചെയ്തപ്പോൾ കിച്ചു ഇവിടെ കാണാൻ ഉള്ളതല്ലായിരുന്നു. ബിക്കോസ് കിച്ചു ദുബായ് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ കിച്ചുവിന് കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിച്ചു 20th ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അങ്ങനെ കിച്ചു വാസ് നോട്ട് ഈവൻ സപ്പോസ് ടു ബി നമ്മൾ പ്ലാൻ ചെയ്ത ഈ ഷൂട്ട് ഇത് ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. സിമ്പിൾ സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ച എന്നുവെച്ചാൽ ഞങ്ങൾ ആ ചെന്നൈ ട്രിപ്പ് പോകുന്നതിന് മുന്നേ കിച്ചുവിൻ്റെ കണ്ണ് വയ്യാതെ ആവുന്നതിന് മുന്നേ അതിന് 2 ദിവസം മുന്നെയാണ് ഞാനും അമ്മവും കൂടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് മുണ്ട് സാരി മേടിച്ച് അതേ ഷോപ്പിൽ പോയി. സിമ്പിളായിട്ടുള്ള സെയിം കളർ എടുത്ത് ബോറായി പോവില്ല, യൂണിഫോം പോലെ ആയിപ്പോയി. എന്നാലും 5 സെപ്പറേറ്റ് കളർ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ആകെ ഉള്ളത് ഈ ടൈപ്പൊക്കെ ഈ സിമ്പിൾ ടൈപ്പ് കസവൊന്നും ഇല്ലാത്തൊക്കെ ആകെ ഉള്ള ഒരു 5-6 കളറാണ് നമ്മളെടുത്തത്. 5 കളർ, ബ്ലാക്ക്, ബ്ലൂ, ഒരു മെറൂണും പിന്നെ 2 ഷെയ്ഡ്സ് ഓഫ് റെഡ്. ഇതെടുത്തിട്ട് അപ്പോൾ എല്ലാവരും കൂടെ എനിക്ക് ആ കളർ വേണം, എനിക്ക് ഈ കളർ വേണം എന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ കോമ്പറ്റീഷനായി. ഞാൻ പറഞ്ഞു ഈ എടുത്ത 5 കളറില്ല ആർക്കും വേണ്ടാത്തൊരു കളർ ഞാൻ എടുത്തോളാം. ഐ തിങ്ക് അമ്മു ആക്ച്വലി ആദ്യം വാണ്ടഡ് വൺ ഓഫ് ദ റെഡ് ഷെയ്ഡോ മെറൂൺ ഷെയ്ഡ് ആദ്യം അമ്മു. അപ്പോൾ പിന്നെ ഓസിക്ക് അത് വേണമെന്ന് പറഞ്ഞു. പിന്നെ അത് ഓസിക്ക് കൊടുത്തു. അയ്യോ ഞാൻ മാറാൻ ഞാൻ ഹൻസുവിൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബീഫ് എന്ന് പറയുന്നത് പോലെ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വന്നു. പോണ്ട നിക്ക്. ഓസിയുടെ മാല ഇട്ട് വരെ ഫോട്ടോ എടുക്കണ്ടേ? മറ്റേ ഓസി അയ്യോ അപ്പോൾ അങ്ങനെ നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ഇത്രയും മെറ്റീരിയൽ ഇതെടുത്തു. എന്നിട്ട് ഒരു ഫോട്ടോസ് ഇട്ട് കൊടുത്തു. ആർക്കൊക്കെ വേണം സെലക്ട് ചെയ്തോന്ന് പറഞ്ഞു. ഐഡിയലി ഞാൻ ബ്ലാക്ക് എടുക്കും എന്നാണ് വിചാരിച്ചിരുന്നത്. വി തോട്ട് വൺ ഓഫ് ദ ചിൽഡ്രൻ വിൽ ഗോ ഫോർ ബ്ലൂ ബട്ട് നോബഡി വാണ്ടഡ് ബ്ലൂ. സോ ഐ വൈ ഡോണ്ട് ലൈക്ക് ബ്ലൂ? സി ബ്ലൂ ലുക്സ് നൈസ്. ബ്ലൂ കൊള്ളാമല്ലോ ഓസി. ബ്ലൂ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഏത് കളറായാലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്നത്. എനിക്കെല്ലാം ചെയ്യും, പക്ഷേ എനിക്ക് ബ്ലൂവിനോട് ഒരു പേഴ്സണലി എന്തോ ഇഷ്ടക്കുറവുണ്ട്. ആണോ? ഓസിക്ക് ഏതാ ഇഷ്ടം? ഐ ലൈക്ക് പിങ്ക്, ഐ ഡോണ്ട് ലൈക്ക് ദിസ് റെഡ്. പക്ഷേ നമ്മളെ പറഞ്ഞു ഈ റെഡ് എനിക്ക് ചേരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഓക്കെ ആയി. ഇതായിരുന്നു ബ്രൈറ്റസ്റ്റ് കളർ. ആയിനോ എനിക്ക് ഭയങ്കര ബ്രൈറ്റ് ഈ കളർ റെഡ് എനിക്ക് കുറച്ചുകൂടെ ബ്ലഡ് റെഡ് ആണ് ഇഷ്ടം. ഇഷാനി ഇട്ടേക്കുന്ന ബ്ലഡ് റെഡ് ഇല്ലേ, അതൊക്കെ കുറച്ചുകൂടെ ഇഷ്ടം. ഓസി ഇട്ടേക്കുന്ന കമ്മൽ ഒന്ന് നോക്കൂ. എൻ്റെ കഴിഞ്ഞ ഏതൊക്കെയോ ഫോട്ടോസിൽ ആയിരിക്കും മറ്റേ ഞാൻ നാഗർകോവിൽ പോയപ്പോൾ ഹാഫ് സാരിയുടെ കൂടെ തൊട്ടുമുന്നത്തെ പച്ച സാരിയുടെ കൂടെ ഇതായിട്ടേക്കുന്നത്. ഞാൻ ഓസിയോട് പറഞ്ഞ് എന്നെങ്കിലും ഓസിക്ക് ഞാൻ ഈ കമ്മൽ സ്വന്തമായിട്ട് തരും. എന്നെങ്കിലും നല്ല പറഞ്ഞേ. ഞാൻ ചത്ത് കഴിഞ്ഞിട്ട് നീ ഇതെടുത്തു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ വീൽ ചെയറിലായിരിക്കും. അപ്പൊ ഈ ജിമിക്കിയുടെ ഒരു കുറവ് എനിക്ക് അല്ല. ഈ കമ്മലിന്റെ പ്രത്യേകത എന്താണെന്നാ, ഇത് ഹാൻഡിക്യാപ്പായ എൻ്റെ ചെവിക്ക് വേണ്ടിയുള്ളൊരു കമ്മലാണ്. എന്റെ ചെവി ഹാൻഡിക്യാപ്റ്റേ അല്ലല്ലോ. എന്റെ ചെവി സ്റ്റിച്ചാണോ? ആ ചെവി അതിന്റെ ജിമിക്ക് ലൈറ്റും ആ മേലത്തെ ഭാഗം ഫ്ലാറ്റ് ആണ്. അപ്പൊ അതിങ്ങനെ എന്റെ ചെവിയിൽ ഒട്ടിയിരിക്കുമ്പോ എന്റെ സ്റ്റിച്ചിന് വലിയ വേദനയ്ക്കെത്തൊന്നുമില്ല. എന്നും വെച്ചിട്ട് നിനക്ക് എന്റെ ഈ കമ്മൽ വേണോ? ഇതെടുത്തോളാം ഞാൻ വെഡിങ് ഗിഫ്റ്റ് ആയിട്ട്. ഇല്ലടാ, എനിക്ക് വല്ലപ്പോഴും ഒരു ജിമിക്ക് ഇടാൻ കൊതി വന്നാൽ എനിക്ക് ഇടാൻ പറ്റും. ഇത് മതിയോ ഗിഫ്റ്റ് ആയിട്ട്? ഇല്ലടാ. ശരി. അല്ലല്ല, ഇത് എന്തെങ്കിലും നിനക്കാണ് എന്റെ ഈ കമ്മല്. അതാ ഞാൻ പറഞ്ഞ വീൽ ചെയർ ഇരിക്കുമ്പോ ഞാൻ ആരെ കാണിക്കാനാണ്. അല്ല, നിനക്ക് എപ്പോഴൊക്കെ ഇടണോ ഇട്ടോ, ഇത്ര തന്നെ. നീ എന്തായാലും ട്രിവാൻഡ്രം സിറ്റി വിട്ട് എവിടെയും പോണില്ലല്ലോ. പോവണ്ട വന്നാലോ? ബാംഗ്ലൂർ. ഓക്കെ, shall I duplicate this കമ്മൽ for you? എനിക്ക് ഒറിജിനൽ ഗോൾഡ് അല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതുപോലെ ഒരെണ്ണം പണിയിപ്പിക്കാൻ നിനക്ക് വേണ്ടി. എന്നാ ഓക്കെ. ഞാൻ ഇപ്പോഴേ നിനക്ക് വേണ്ടി ഇങ്ങനത്തെ ഒരു കമ്മലിനോ. കല്യാണത്തിന് എന്തൊക്കെ ഫോട്ടോ ആണ് മാൻഡേറ്ററി എന്ന് അഭിജിത്തിനെ പിടിച്ചിരുത്തി പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു. എന്താ? അല്ല, എനിക്ക് ഇന്ന ഫോട്ടോസ് വേണം, അത് എന്തെടുത്തില്ലെങ്കിലും ആ ഫോട്ടോസ് എടുക്കണം എന്ന് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. എന്താ? നമ്മൾ വ്ളോഗ് എടുത്തോണ്ടിരിക്കുക. അല്ല, അത് കഴിഞ്ഞിട്ട് ഒന്ന് വരുമോ? എവിടെയാടാ? അവിടെ വിരുന്നുകൾ പങ്കെടുക്കുക. എന്റെ അടിപൊളിയാണ്, ഡിഫറെന്റ്. ആർക്കും ഇതില്ല, എനിക്ക് മാത്രമേ ഇന്നുള്ളൂ. അതെ, ഓസിറ്റേക്കണ ഈ മാലയില്ലേ, മറ്റേ ഇതിന്റെ എല്ലാരും റിജക്ട് ചെയ്ത മാലയാണ്. താങ്ക് യു. നമ്മൾ ആക്ച്വലി ഓസിക്ക് വാങ്ങിച്ച മാല ഇതാണ്, പക്ഷെ അത് ഹൻസു എടുത്തോണ്ട് പോയിട്ട് ഓസി പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ. എനിക്ക് തോന്നുന്നു ഇതാ ചേരുന്നതെന്ന് തോന്നുന്നു. എനിക്ക് ചേരാത്തോണ്ട്
ഓസിക്ക് ചേരുന്നുണ്ട്. ഓസി മാത്രമാണ് ഒരു ഷോർട്ട് ക്യാപ് സ്ലീവ് പോലെ വെച്ചത് ചേരുന്നുണ്ട് ഓസിക്ക്. എനിക്ക് ക്യാപ്സിന് ചേരുമല്ലോ. അതെ അതെ. എനിക്ക് ഇവിടെ ഒരു ആന്റി സെറ്റപ്പ് വരും. നമ്മൾ ഈ കളർ ഹൻസുവിന് കൊടുക്കാന്നാ വിചാരിച്ചേ, പക്ഷെ ഓസി ബ്രൈറ്റ് കളേഴ്സ് ഫോർ മീ ഇറ്റ്സ് നോട്ട് യു ഡോണ്ട് ലൈക്ക് ബ്രൈറ്റ് ബേബി. ചേരത്തില്ല. ആ എനിക്ക് ചേരുന്നുണ്ടോ? ഉണ്ട്. കൊള്ളാം. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ രണ്ടുപേരും ഫോട്ടോ. അവയെ ചെരുപ്പിട്ടേക്കണേ. ഈ ഫോണില് ഈശാനിയുടെ മാത്രമേ എടുത്തുള്ളൂ. നമ്മളെ സുഖം. ഈ ഡ്രസ് ഇടാൻ കുറച്ച് കംഫർട്ടബിൾ ആണ്. കട്ട് ചെയ്താണ് ഇവിടെ വന്ന് നിൽക്കുന്ന ഹൻസികയ്ക്ക് 100% അറ്റൻഡൻസ് ഉള്ള കാരണം ആണ്. സെമസ്റ്റർ 3 100%. ദിസ് ഈസ് യുവർ തേർഡ് സെമസ്റ്റർ അല്ലേ? എനിക്ക് തേർഡ് സെമസ്റ്റർ 100%. പക്ഷെ എനിക്ക് ഇനി 100 ആവാൻ തോന്നുന്നില്ല. പക്ഷെ ഞാൻ കട്ടടിച്ചിട്ടുണ്ട്. എങ്ങനെ എനിക്ക് അറ്റൻഡൻസ് കിട്ടുന്ന എനിക്ക് അറിയില്ല. ഞാൻ കട്ടടിച്ചിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. ആ ഹൻസു, ഞാൻ എവിടെയെങ്കിലും ഹാങ് ഔട്ട് പോയാൽ അമ്മയ്ക്ക് പ്രശ്നം. നീ ഹാങ് ഔട്ട് ചെയ്യണ്ട. quite sad. So sad. അമ്മ ഇവരൊക്കെ I was never in college. ഇവരൊക്കെ എത്ര ഹാങ് ഔട്ട് പോയിന്റ് എന്റെ ഹാങ് ഔട്ട് വരുമ്പോ ഞാൻ നിന്നെ കൊണ്ടുവിടും, എനിക്ക് നിന്നെ വിശ്വാസമില്ല. ഞാൻ ഓട്ടോയിൽ കയറി ഓട്ടോ അല്ലാതെ വിശ്വാസമില്ല. പക്ഷെ പോവായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അവിടെ കോളേജിന്റെ താഴത്തെ ബേക്കറി പോയി. എന്റെ അന്ന് പൈസ അമ്മ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് 100 rupees തരുമായിരുന്നു. അപ്പൊ ഞാൻ മിക്ക ദിവസം 100 rupees ഇടയ്ക്ക് ഓൾട്ടർനേറ്റ് ദിവസം എനിക്ക് തരുമായിരുന്നു. അപ്പൊ ഞാൻ മീൽസിന് വേണ്ടി 50 രൂപ ഉപയോഗിക്കും. അത് കഴിയുമ്പോൾ പിന്നെ 50 രൂപ ഉണ്ട്. അപ്പോൾ അവിടെ ക്യാൻറ്റീനിൽ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ താഴെ ഐസ്ക്രീം കഴിക്കാൻ പൈസ ഇല്ല. ഐസ്ക്രീം 2 സ്കൂപ്പിന് 50 rupees ആയിരുന്നു, ഫ്രൂട്ട് സാലഡ്. അപ്പം അപ്പോൾ അവസരം ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കായിരുന്നു 10 രൂപയുണ്ടോ 10 രൂപയുണ്ടോ. അങ്ങനെ ചോദിച്ച് ഞാൻ അതിനെ 50 rupees ആക്കി താഴെ പോയി ഐസ്ക്രീം മേടിച്ച് കഴിക്കുക. ക്ലാസ് കട്ടടിച്ച് കഴിക്കുന്നു. ഓസി പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഓസി കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കാനായിട്ട് ഞാൻ അന്നേ ഓൺട്രപ്രണർ ആയിരുന്നു. അയ്യോ ഓസി പാവം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. നീ പടമൊക്കെ കാർട്ടൂണൊക്കെ കുറെ A4 സൈസ് പേപ്പറിനകത്ത് ഞാൻ ഇതുപോലെ മറ്റേ ഡോട്ട് ജോയിനിങ് പോലത്തെ സാധനമുള്ള ഡോട്ട്സ് ജോയിൻ ചെയ്ത് പടം വരയ്ക്കും. അങ്ങനെ കുത്തിട്ട് ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് സാധനം കൊടുത്തിട്ട് ഞാൻ സ്കൂളിൽ കൊണ്ടിട്ട് 1 രൂപ പറഞ്ഞ് വിൽക്കുമായിരുന്നു. ആൾക്കാർ എനിക്ക് 1 രൂപ കോയിൻ തന്നെടുക്കും. അങ്ങനെ എൻ്റെ കുറേ കോയിൻസ് ആയി. ക്ലാസ്സിൽ നിന്ന് ഏതൊരു കൊച്ചിന് സഹിക്കാൻ പറ്റാത്ത ക്ലാസ് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു. ക്ലാസ് ടീച്ചർ ആ പേപ്പർ എന്നെയൊക്കെ കൂടെ എടുത്തുകൊണ്ട് പ്രിൻസിപ്പൾ എടുത്ത് കൊണ്ടുപോയി ക്ലാസ്സിൽ ബിസിനസ് നടത്തുന്നു കൊന്നു ഡീലിംഗ് ഒക്കെ പോലെ ഭയങ്കര. അയ്യോ പാവം ഓസി ആർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ട് 2 രൂപ ഇട്ട് കൊടുത്ത് ഞാൻ പൈസ 1 രൂപ 2 രൂപയൊക്കെ വാങ്ങിക്കുമായിരുന്നു. പണ്ടേ ഒരു പക്ഷെ ഫൈനാൻഷ്യലി ആക്ച്വലി ഓ ബൈ ഓസി അന്നേ ജനിച്ചതാ. ഫിനാൻസ് ആയിരുന്നു. വല്ല 2ാം ക്ലാസ് അങ്ങനെയൊക്കെ 2008 അല്ല, അതിന് മുന്നേ. ബിക്കോസ് എനിക്ക് അന്ന് 8 വയസ്സോ 9 വയസ്സോ എങ്ങോട്ടുണ്ടല്ലോ. അങ്ങനെ 2006-2007 ഞാൻ ജനിച്ചത് ഭയങ്കര പണ്ട്. എന്തൊക്കെ ചെയ്യായിരുന്നു. Are you excited about getting married? Yes, because I have a lot of things in mind. അത്രയും അങ്ങനെ. പക്ഷെ എനിക്കെന്ന് വെച്ചാൽ ഐ വോണ്ട് എവരിബഡി ടു ബി ഹാപ്പി ദാറ്റ് ഡേ. എല്ലാവരും നല്ല കിടിലം ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വേണം, നല്ല വീഡിയോസ് വേണം. ആൻഡ് അത് ഞാൻ ഉദ്ദേശിച്ച പോലത്തെ ചില സംഭവങ്ങളുണ്ട്. അതൊന്ന് അതുപോലെ എനിക്ക് നടക്കണമെന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും വല്ലാണ്. അങ്ങനത്തെ ചില സംഭവം നമ്മുടെ ഈ വീഡിയോ വരുമ്പോഴത്തേക്കും നിന്റെ അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോക്ക് എന്തെങ്കിലും ബാക്കി വേല പിന്നെ എടുക്കുന്നുണ്ട് ഞാൻ പറയാം, ഞാൻ ഉദ്ദേശിച്ച പോലെ നടന്നോ ഇല്ലയോ എന്നൊക്കെ. അതെ. അപ്പൊ ഓസി ഇപ്പൊ രാവിലെ 6 മണിക്ക് ഉറക്കമാണിട്ട് വീട് ക്ലീൻ ചെയ്ത് കോലമൊക്കെ ഇട്ട് ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കി അത് ഫ്ലാറ്റിന്റെ താഴെ പോയി എല്ലാവർക്കും വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കും. ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി. പിന്നെ പ്യോർ വെജ് ആയിരിക്കും ഞാൻ, പ്യോർ വെജ്. അതെ, അങ്ങനെയൊക്കെ ആയിരിക്കും ഓസി നീ സേവ അല്ല. ഞാൻ 12 മണി കഴിയാത്ത എണീക്കത്തില്ല. അതിന് മുന്നേ ആർക്കെങ്കിലും എണീക്കണമെങ്കിൽ എണീച്ച് സ്വന്തമായി ഉണ്ടാക്കി സ്വന്തമായിട്ട് തിന്നോട്ടെ. ഞാൻ ഉച്ചയ്ക്ക് എനിക്ക് ചോറും കറി ഞാൻ ഉണ്ടാക്കും. നീ ഉണ്ടാക്കും? നല്ല കാരക്കുഴമ്പ്, ചോറ് ഞാൻ ചിലപ്പോൾ ഞാൻ സ്വിഗ്ഗി ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കും. കാരണം അവിടെ നിന്ന് 1 മിനിറ്റ് നമ്മുടെ വീടും. സ്വിഗ്ഗി ചെയ്ത് ചോറ് ചിലപ്പോൾ കറി ഞാൻ ഉണ്ടാക്കും. എനിക്ക് ഇഷ്ടമുള്ള കറി ഞാൻ തന്നെ ഉണ്ടാക്കും. ഇവൻ ലണ്ടനിൽ പോവാതെ വീടത് ലണ്ടനിൽ പോവാൻ നിൽക്കണ മുതലാണ് ആ നിൽക്കുന്നത്. അവൻ വളരെ ചെറുതായിട്ടവൻ ഓസി ചേച്ചി ഇഷാനി ചേച്ചി എനിക്ക് എന്നെ ചേച്ചി എന്ന് വിളിക്കുന്ന കുഴപ്പമില്ല. ഇഷാനിയെ വിളിക്കുമ്പോൾ എനിക്കത് പറ്റില്ല, എനിക്ക് ഒട്ടും പറ്റില്ല. ഹൻസിക ചേച്ചി ഹൻസിക്കാൾ മാസങ്ങൾക്ക് മൂത്തതായി പോയല്ലേ. അല്ല ഇഷാനിയുടെ പ്രായമാണല്ലേ? ഇഷാനിയേക്കാൾ ഇളയതാ. ഇഷാനിയേക്കാൾ ഇളയതാ. അപ്പൊ ഇവന്റെ നിനക്ക് ഫുഡ് നമുക്ക് കൊടുത്തു വിടാം. അതെ. പക്ഷെ അപ്പൊ ആള് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇനിയിപ്പോ ലണ്ടനിൽ പോയി കളയൊന്നും അറിയില്ല. അവിടെ നിന്നിട്ടൊക്കെ ഈ കോസ്റ്റ്യൂമിൽ ഇഷ്ടപ്പെട്ടോ? യെസ്, ഞാൻ വിചാരിച്ചു ഞാൻ ഒരു അമ്മായി ആയി പോകുന്നു, നെക്സ്റ്റ് ലെവൽ അമ്മായി ആവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് കൊള്ളായിരുന്നു. കാരണം ഞാൻ അഞ്ജലിക്ക് ഫോട്ടോ വെച്ചപ്പോൾ അഞ്ജലി പറഞ്ഞു അയ്യോ എൻ്റെ അമ്മൂമ്മ എക്സാക്ട് സെയിം സാരി കൊടുക്കുന്നത്. അപ്പം ഞാൻ ട്രോമറ്റൈസ്ഡ് ആയിപ്പോയി. ഞാൻ ഓക്കെ അങ്ങനെ ആയിപ്പോയി. പക്ഷേ ഇട്ടപ്പോൾ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ അല്ലേ? നല്ല ഈ ക്ലൈമറ്റിന് കൊള്ളാം. നല്ല കോട്ടൺ സോഫ്റ്റ് തുണി. അവിടെ അട്ട അയ്യോ
എവിടെ? റെഡ് ചെറുതാ വലുതാ? ചെറുത്. നമ്മളിന്ന് വന്നപ്പോഴായിരുന്നു നല്ല ജൈജാൻറ്റിക് ആയിട്ടുള്ളതിനെ കണ്ടത്. ശരി എന്നാ. അപ്പം എൻ്റെ ഈ വീഡിയോയിൽ ഇത്രയും നേരം പങ്കുവെച്ചതിന് എനിക്ക് ഗൂഗിൾ പേയിൽ പൈസ കിട്ടും. ഓക്കെ ഓക്കെ ഓക്കെ. ഓസിക്ക് എത്ര രൂപ വേണം? ഒരു 100 രൂപ. 100 രൂപ പെർ അവർ. 100 rupees പെർ അവർ. ഓക്കെ. നല്ല ഭംഗിയുണ്ടില്ലായിരിക്കും. 2 ഫോട്ടോ എടുക്കട്ടെ ഓസിയുടെ. അങ്ങനെ നിന്നോ. അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാൻ ഒരു പ്ലാനും ഇല്ലാതെ എനിക്ക് അത്യാവശ്യം കുറച്ച് ഫുട്ടേജസ് കിട്ടിയ സ്ഥിതിക്കാണ് ഞാനിന്ന് ഈ വ്ളോഗ് ഇടുന്നത്. ഇഷാനി ഒക്കെ എടുത്തതുപോലത്തെ മാക്സിമം സീൻസ് എടുക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളെ ഫാമിലിയിൽ എല്ലാവരും യൂട്യൂബിൽ വ്ളോഗ്സ് എടുക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവർക്കും അവരവരുടെ ഒരു സ്പേസ് കൊടുക്കും. അപ്പോൾ ഇഷാനിയൊക്കെ എടുക്കുന്ന അതേ പോർഷൻസൊക്കെ ഞാൻ എടുക്കാതിരിക്കാൻ ശ്രമിക്കും. ഒരു രാവിലെ നമ്മൾ ഡ്രസ്സ് ചെയ്തതും അതും ഇതും അതൊന്നും ഞാൻ എടുത്തതേ ഇല്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ കിച്ചു കുറച്ച് നേരം എൻ്റെ കൂടെ കുറേ സംസാരിച്ചത് കൊണ്ട് കുറച്ച് വിഷ്വൽസ് കിട്ടി. പിന്നെ ഓസിയുടെ കുറച്ച് കോമഡിയൊക്കെ കൂടെ കിട്ടിയത് കൊണ്ട് മേ ബി എനിക്കൊരു 10-25 മിനിറ്റ് നീണ്ട ഒരു വ്ളോഗ് ഇടാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ ഒരു ഞാൻ കിച്ചു പറയാം, കിച്ചു ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നില്ല. അപ്പോൾ കിച്ചു പറയാം, നീ എടുക്കുക, നിൻ്റെ ഒരു എന്താണ് പോയിൻ്റ് ഓഫ് വ്യൂ എല്ലാവർക്കും കാണണം എന്നുണ്ടെങ്കിലോ, അപ്പോൾ നീ കൂടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു. ഇത് സിമ്മൻ്റാണോ ഒറിജിനലാണോ അല്ലയോ എന്തോ. എന്നെ ഈ ഒരു കോസ്റ്റ്യൂമിൽ എനിക്കിഷ്ടപ്പെട്ടു. ഈ സിമ്പിളായിട്ട് ഇങ്ങനെ ഞാനൊരു ഹെയർ സ്റ്റൈലൊന്നും ജസ്റ്റ് സാധാരണ സൈഡ് പാർട്ടിങ് ഒക്കെ എടുത്തു. ഇന്നലെ വൈകുന്നേരമാണ് ചെറുതായിട്ട് ഫ്രണ്ടിലൊക്കെ കുറച്ച് ഗ്രേ ഉണ്ടായിരുന്നൊക്കെ ഒന്ന് കളർ ചെയ്തത് കേട്ടോ. കുറേ നാളിന് ശേഷം കുപ്പിവളയൊക്കെ ഐ തിങ്ക് കുപ്പിവളയൊക്കെ ഏകദേശം എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് ഞാൻ റെഡ് കളർ കുപ്പിവള ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഞാൻ കുപ്പിവള ഇട്ടിട്ടേ ഇല്ല. ഞാൻ സാധാരണ സാരിയൊക്കെ ഉടുക്കുമ്പോൾ അതിന് മാച്ചിങ് കുപ്പിവളയൊന്നും ഇടാറേയില്ല. അത് ഇന്ന് കാലങ്ങൾക്ക് ശേഷം കുപ്പിവള ഇട്ടു. എല്ലാവർക്കും മാച്ചിങ് കുപ്പിവള ട്രിവാൻഡ്രത്തെ നമ്മുടെ സ്റ്റൈൽ പ്ലസിൻ്റെ ഓപ്പോസിറ്റ് ചമയം എന്ന് പറയുന്ന കടയുണ്ട്. അവിടെ പോയിട്ടാണ് എല്ലാവർക്കും കുപ്പിവള വാങ്ങിച്ചത്. ജിമിക്ക് ഞാൻ ഇടാൻ കൊണ്ട് വെച്ചാൽ ജിമിക്കാണ് ഓസി ഇട്ടത്. പിന്നെ ഞാനത് ചോദിക്കാൻ പോയില്ല, കാരണം അതിലൊരു റെഡ് ആൻഡ് ഗ്രീൻ ഉണ്ട്. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ബ്ലൂ ആയതുകൊണ്ട് റെഡ് ആൻഡ് ഗ്രീൻ ഉള്ളത് ഇടാത്തതല്ലേ നല്ലത്. എനിക്ക് വേറൊരു കുഞ്ഞു ജിമിക്കുണ്ട്, വെള്ളം മുത്തുള്ള. പണ്ടൊക്കെ എനിക്കത് ഇടാൻ പറ്റുമായിരുന്നു. ഇന്ന് ഞാൻ ഇട്ടപ്പോൾ എൻ്റെ ഈ സ്റ്റിച്ചുള്ള ചെവി ഇതാണ്. ഈ ചെവിയുടെ അവസ്ഥ വളരെ ദയനീയമായിട്ടുണ്ട്. അതുകൊണ്ട് ആ കമ്മലിട്ടപ്പോൾ വല്ലാതെ ഇരുന്ന് അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് കുഞ്ഞാണ്, വല്ലാതെ ഇരുന്നത്. അപ്പോൾ ഓസി ഇട്ടേക്കുന്ന ആ ഒരു ജിമിക്കുകയാണെങ്കിൽ മുകളിൽ ഇങ്ങനെ ഒരു പ്ലേറ്റ് പോലെ ഇങ്ങനെ ഫ്ലാറ്റാണ്. അപ്പോൾ അതിങ്ങനെ എൻ്റെ ഈ സ്റ്റിച്ചുള്ള ചെവിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചെവിക്കൊരു നല്ല പ്രൊട്ടക്ഷനും കിട്ടും. താഴത്തെ ജിമിക്ക് വളരെ കുഞ്ഞുമാണ്. അപ്പോൾ കുറച്ച് കുഴപ്പമില്ലാതെ വളരെ കംഫർട്ടബിളായിട്ടിരിക്കും. അപ്പോൾ ഞാൻ അതിടാന്ന് വെച്ചാൽ പിന്നെ ഓസി ചോദിച്ചപ്പോൾ ഓസിക്ക് അത് കൊടുത്തു. ഓസി പറഞ്ഞ പോലെ ഐ ഷുഡ് മേക്ക് 1 more. ഓസിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ജിമിക്ക്. പക്ഷെ ബോംബെ സ്ക്രൂ ഒക്കെ വെച്ചിട്ട് അതുപോലെ പണിയാൻ കൊടുത്ത പണിത് കിട്ടുമോ എന്ന് അറിഞ്ഞൂടാ. മെയിൻലി അതിലൊരു ഇനാമലുണ്ട്. പണ്ടേ മസ്കറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അവിടേക്ക് ഒരുപാട് ഹിന്ദിക്കാരുടെ ഗുജറാത്തികളുടെ സ്വർണ്ണക്കടകളുണ്ട്. അതുപോലത്തെ ഏതോ ഒരു കടയിൽ നിന്നാണ് ആ കമ്മൽ ഞാൻ വാങ്ങിച്ചത്. ആ കമ്മൽ ഇസ് വെരി 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 ഓൾഡ്. ഐ തിങ്ക് ഞാൻ 11th സ്റ്റാൻഡേർഡിലോ മറ്റോ പഠിക്കുമ്പോൾ വാങ്ങിച്ചതാണ്. പണ്ടൊക്കെ നമ്മൾ ഡാഡി ഇങ്ങനെ കടയിൽ നമ്മൾ അന്ന് ജ്വല്ലറി വാങ്ങും എന്നൊന്നും നമുക്ക് അറിയില്ലായിരിക്കും. നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഡാഡി ഒരു ഏരിയയിൽ സ്വർണ്ണക്കടയിൽ കയറ്, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചോ, 2 പേരും ഓരോ കമ്മലെടുത്തോ, അല്ലെങ്കിൽ 2 പേരും 2 വള വെച്ചെടുത്തോ എന്ന് എന്നോട് അനിയത്തിയോട് പറയും. അപ്പം നമ്മൾ കയറി അങ്ങ് വാങ്ങിക്കും. ATM കാർഡൊന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് നമ്മളിതുപോലെ കയറി അങ്ങ് നമ്മളോട് ഇത്രേ വാങ്ങാവൂ, ഇത്ര എമൗണ്ടിനകത്തേ വാങ്ങാവൂ എന്നൊന്നും ഡാഡി പറയത്തില്ല. വാങ്ങിച്ചോ എന്ന് പറയും, നമ്മൾ പോയി എടുക്കും ആൻഡ് പേ ചെയ്യും. ഞാൻ ആലോചിക്കുക, ഇന്നൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ ATM കാർഡും അക്കൗണ്ടിൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ എടുക്കുന്നതിന് ഇച്ചിരി റേറ്റ് കൂടിപ്പോയാലും. പക്ഷേ പണ്ട് വെറും ക്യാഷല്ലേ ക്യാരി ചെയ്യുന്നത്. അന്ന് ഞാൻ ആലോചിക്കും, പണ്ടൊക്കെ നമ്മൾ ട്രിപ്സ് ഈ ബാങ്കിങ് മോഡേൺ ആവുന്നതിന് മുന്നേ, ദാറ്റ് ഈസ് അറൗണ്ട് ഒരു 30 years ബിഫോറൊക്കെ ഈ ട്രാവൽ ചെയ്യുമ്പോൾ ട്രിപ്സ് പോകുമ്പോൾ എത്ര ക്യാഷ് ക്യാരി ചെയ്യണം,
എൻ്റെ പാരൻസൊക്കെ ഞങ്ങൾ ഊട്ടി പഠിക്കുമ്പോൾ ഞങ്ങളെ കാണാനൊക്കെ വരും. അവിടുത്തെ വലിയ ഹോട്ടൽസിൽ താമസിക്കും, 4-5 ദിവസം താമസിക്കും. നമ്മൾ ഷോപ്പിങ്ങിന് പോവും, ഫുഡ് കഴിക്കാൻ പോവും, അവിടെ പോവും, ഇവിടെ പോവും. എന്ത് എക്സ്പെൻസ് ആയിരിക്കും. പക്ഷേ അന്ന് അതിനുള്ള ക്യാഷായിട്ടാണ് അവർ ക്യാരി ചെയ്യുന്നത്. അപ്പോൾ ക്യാഷിന് അപ്പോൾ ഒരു തീർന്നു പോയാൽ എന്ത് ചെയ്യും? ATM ഇല്ലായിരുന്നല്ലോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ആലോചിക്കും കേട്ടോ. ഐ ഹാവ് ടു ഗോ ഹോം ആൻഡ് കോൾ ഡാഡി ആൻഡ് ആസ്ക് അന്ന് എങ്ങനെയാണ് മണി മാനേജ് ചെയ്തത്. ഞങ്ങളൊക്കെ മണി സ്വന്തമായിട്ട് നന്നായിട്ടൊന്ന് മാനേജ് ചെയ്യാൻ തുടങ്ങിയ കാലമൊക്കെ ആയപ്പോഴത്തേക്ക് ATMs ഒക്കെ വന്നു തുടങ്ങി. കുറച്ചുകൂടെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു അമ്മൂക്കെ ജനിച്ച ആ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഐ തിങ്ക് ഓൾ ATM കാർഡൊക്കെ വന്നല്ലോ. സോ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആയിരുന്നു മണി മാനേജ് ചെയ്യാൻ. പണ്ടൊക്കെ ഐ ആം ഷുവർ ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൽട്ട്. അയ്യോ, നമ്മൾ ഓണം തുടങ്ങിയിട്ട് എവിടെ എത്തി? അവിടെ എന്തായെന്ന് പോയി നോക്കട്ടെ. ശ്യാമിനെ കാണിച്ചായിരുന്നു. ശ്യാമില്ലാതെ നമുക്കൊരു വീഡിയോ ഉണ്ട്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയും അടുത്ത വീഡിയോയിൽ ശ്യാം കാണത്തില്ല, ശ്യാം അപ്പോൾ യൂറോപ്പിലായിരിക്കുന്നു. ഇനി പറയാം അടുത്ത വീഡിയോ നമ്മളെടുക്കുമ്പോൾ ശ്യാം ഇവിടെ കാണത്തില്ല, സിംഗപ്പൂരിലായിരിക്കും. ശ്യാം ജോലിക്ക് പോകുന്ന ഡെസ്റ്റിനേഷൻസ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മാറ്റും. സിംഗപ്പൂർ എന്നാ പോണേ? ഉടനെ ആയിട്ടില്ല, എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ സുഖമായിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. പുതിയ സിനിമ വല്ലതും കണ്ടോ? ഇപ്പോൾ വലുതായിട്ട് പോകുന്നില്ല തിയേറ്ററിലൊന്നും. പോകുന്നില്ലേ? മൊബൈലിൽ വരുന്ന OTT റിലീസ് മാത്രം. OTT ആണോ കാണുന്നത്? വിളിക്കാൻ. വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പ്രാവശ്യത്തെ ഓണം ചെറിയ രീതിയിൽ ആഘോഷിക്കും. എല്ലാവരും അങ്ങനെയല്ലേ? അതാണ് നമ്മളൊക്കെ ഇങ്ങനെ. എന്താ You like the wheel? എന്താണ് വൈരം? അത് KPSC ചോദിക്കണേ? അല്ല, അത് KPSC എഴുതിയാ ചോദിക്കുന്നേ. ഇത് OC ഒന്നുകൂടെ ചോദിക്കേ പ്ലീസ്. We want OC's comedy. വൈരം തന്നെ സാധാരണ മുത്തുമാല. അങ്ങനെ പറ. ഇഷാനി പറ സാധാരണ മുത്തുമാലയെന്ന്. സാധാരണ മുത്തുമാല എനിക്ക് സീൻ ഓർമ്മയില്ല. എന്താ പറഞ്ഞ? ഞാൻ ടഫായിട്ട് വീഡിയോ എടുക്കും, അതിനെ പുറത്തുവിടാൻ പറ്റൂല. റെഡി, ആക്ഷൻ. ഒരു സെക്കൻഡ്, കുറച്ച് ക്ലോസ് എടുക്കാൻ തോന്നി. നോക്കി മതി മതി. എന്നാ അതിൽ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാം. നമ്മ വ്ളോഗ് എടുക്കണം. ഓസിയുടെ കല്യാണത്തിന് ശ്യാമാണ് അവിടെ ഫുൾ ടൈം ഓൾ ഇൻ ഓൾ. എല്ലാത്തിനും കളർ തീം ഫോളോ ചെയ്തോണം കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ കേറ്റൂലല്ലോ. ശ്യാം അവിടെ കാണും. പിന്നെ ഓസി ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോ. ഓസി ചേച്ചിയുടെ കൂടെ ഡ്രൈവിംഗ് സംസാരിച്ചൊക്കെ ഡ്രൈവ് ചെയ്യും. ഓസി ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോ. ലൈറ്റ് ഉണ്ടോ, വെളിച്ചമുണ്ടോ അവിടെ? നമ്മുടെ അവിടെ വന്നുകൊണ്ടിരുന്ന എല്ലാവരും ഞാൻ ചേട്ടാ ചേട്ടാ എന്നാ വിളിച്ചിട്ടുള്ളത്. ജൂബിനെ മാത്രമാണ് ഞാൻ ജൂബിൻ എന്ന് വിളിച്ചത്. ഞാൻ ചേട്ടാ അതൊന്നും എടുത്തു തരുമോ ചേട്ടാ, ഞാൻ ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഇവരെ മാത്രം എനിക്ക് ആദ്യം ഞാൻ ചേട്ടാ എന്നാ വിളിച്ചുകൊണ്ടിരുന്നത്. അമ്മയാണ് പറഞ്ഞത് അതായത് ചേട്ടൻ നല്ലത് കൊച്ചു ചെറുക്കനാണ് ചേട്ടാന്നൊന്നും വിളിക്കുന്നത്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ജൂബിനെ വിളിച്ചത്. അതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പയ്യൻ. എല്ലാരും ജോബിൻ ജോബിൻ. ഹൻസിക്ക മാത്രമാണ് ചേട്ടാന്ന് വിളിക്കുന്നത്. അതെ അതെ. ഇത് പോവാണോ ഓസിക്കുട്ടിയുടെ കൂടെ? ഇഷാനി ഇവരുടെ കൂടെ പോന്നാ? ഇല്ല, ഞാൻ ഈ കാർ. ഓക്കെ ബൈ. വഴി അറിയാവോ? ഓസിക്കിടുന്ന വഴി അറിയാവോ? ഗൂഗിൾ മാപ്പ്
മാങ്ങ പറിക്കാനാ? നീ ഗൂഗിൾ മാപ്പ് ഇട്ടങ്ങ് പോ ബേബി. വീട്ടിൽ പോയിട്ട് രേഖം കഴുകണേ, കാലെല്ലാം കുളമായിട്ടിരിക്കും. ബൈ, ഞങ്ങളിപ്പോൾ വരാം പിന്നാലെ. ബൈ ബേബി. അഭിജിത്ത് പോയി. വീട്ടിലോട്ട്. ഇവരൊക്കെ ഉള്ളപ്പോഴാണ് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആവുന്നത്. അതെന്താ പറ്റിയേ? ഷൂട്ടിന് പോയിട്ട് ഫുൾ നടന്നു ഷൂട്ടിന് കഴിഞ്ഞപ്പോഴാണ് വന്നത്. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ പയ്യൊക്കെ പറഞ്ഞ് ലൂലു എത്തിയപ്പോ നോക്കുന്നത് വാച്ച്. അവസാനം വാച്ച് കണ്ടുപിടിച്ചത് ആന്റിയുടെ വ്ളോഗിൽ. ആണോ? അവസാനമായിട്ട് എവിടെയാണ് വാച്ച്? ലാസ്റ്റ് എവിടെയാണ് വ്ളോഗ്? ആ വീഡിയോയിൽ നോക്കിയപ്പോ ഗോൾഫ് ക്ലബിൽ ഇറങ്ങിയപ്പോ വാച്ചില്ല. അപ്പൊ ഗോൾഫ് ക്ലബിലാണ്. ആ അത് കൊള്ളാം. സ്വിറ്റ്സർലാൻഡിൽ അമ്മയുടെ മറ്റേ ബോളച്ച് പോയപ്പോ അതോ കണ്ടുപിടിക്കാൻ പറ്റും. അതാ വാവയുടെ ഇവിടെ കുറച്ച് ലിപ്സ്റ്റിക് അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആണല്ലേ? കിട്ടിയല്ലേ? ഓ നന്നായി. ക്യാമറ എടുത്തപ്പോ എനിക്ക് അതാണ്. ആ അപ്പൊ നിങ്ങളുടെ കയ്യിലൊക്കെ ഉള്ള എന്തെങ്കിലും കളഞ്ഞു പോയാൽ നമുക്ക് ഈ വീഡിയോ വഴി കണ്ടുപിടിക്കാം. ഓക്കെ ബൈ, അടുത്ത ദിവസം കാണാം. ബൈ 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 ബൈ.